ഞാൻ ചോദിച്ചു സാർ ഫുൾ സിനിമയുടെ എന്റെ ക്യാരക്ടറിന്റെ ഫുൾ ഡയലോഗാണ് ഈ സീനില് മാത്രമാണ് ഇത് ഞാൻ ഇത് നോക്കുന്ന അതിന്റെ ഒരു ഭയങ്കര ഒരു പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. പിന്നെ ഓരോരോ പോർഷനായിട്ട് ഇരുന്ന് നമ്മൾ റിഹേഴ്സൽ ചെയ്ത് എന്നിട്ട് മൊത്തം ഷോട്ട് എടുക്കാം. അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ ഈ കൂടുതൽ ഡയലോഗ് ബൈഹാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയത് ഈ സീൻ തുടങ്ങുമ്പോൾ. പറഞ്ഞോട്ടെ സാർ. കാര്യം ഞാൻ ഞെട്ടിപ്പോയത്, ഒരു ചെറിയൊരു ആക്ടറുണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ആർട്ടിസ്റ്റാണ് സാറ് നിൽക്കുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ കെട്ടിയിട്ടേക്ക്. സാറിങ്ങനെ നിൽക്കണം, സാറിൻ്റെ ഈ കാലും വയ്യ, ഇതെല്ലാം എനിക്കും അറിയാം. കാര്യം ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാമെന്നുള്ള. ഇങ്ങനെ നിന്നിട്ട് അദ്ദേഹം അതിലിങ്ങനെ ഡയലോഗ് പറയും, വീണ്ടും തോളിൽ തട്ടിയിരിക്കും. ഇത് തെറ്റിച്ചുകൊണ്ടേയിരിക്കുക. 5 ടേക്കായി, 10 ടേക്കായി, 20 ടേക്കായി. ഫസ്റ്റ് ഡയലോഗ് പുള്ളിയുടെ ഇതിങ്ങനെ തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഭാഗ്യത്തിന് സമയം 2:30-3 മണിയാണ്. ടൈമും കൂടെ നമ്മൾ നോക്കണം, പാതിരാത്രി. ഇതും കഴിഞ്ഞിട്ട് സാറിങ്ങനെ നടന്നത്. ഞാൻ അപ്പം ആലോചിച്ചു, ഇന്ത്യയിലെ ഒരു പ്രമുഖ നടന്മാരില്ല, അതല്ല കിഡിലെ ആക്ടേഴ്സ് ആയിട്ടുള്ള ഇദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം വിക്രം സാറിന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നീ പഠിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ ട്രൈ ചെയ്യാം. കാരണം 16 മിനിറ്റ് സിംഗിൾ ഷോട്ടാണ്. ഇത് തെറ്റിയാൽ വീണ്ടും എടുത്തുകൊണ്ടേ വരണം. അങ്ങനെ എന്തൊക്കെ വേണമെങ്കിലും പറയാം. പക്ഷെ അതൊന്നും ഇല്ലാതെ അതിനോടൊപ്പം ഈ കാര്യം വെച്ചിരിക്കും സാറ് വീണ്ടും. അതൊരു ഞാൻ കണ്ട എൻ്റെ അത്ഭുതപ്പെട്ടു പോയി. അല്ല ആരെങ്കിലും ആണെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നൊന്നുമല്ല, ഇതിന് വേണ്ടിയിട്ട് ഫുൾ നിൽക്കുന്നത്. അതാണ് വിക്രം സാർ ഇപ്പോഴും വിക്രം സാർ ആയിട്ട് നിൽക്കുന്നത്. അതാണ് എല്ലാ മാസം പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ പറയും. So cute, thank you very much. ഇല്ല, I wanted to add to what he said. See, actually it is 6 scenes, I think. 6 scenes is almost like 6 scenes in one scene, alle. ஒரு portion there will be 6 segments. So ஒன்னொன்னும் practice ചെയ്യணும். So Suraj went through 6 scenes in one day, in one shot. So that is what I was trying to say. Sorry. വേറെ ലെവൽ സാർ. അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ്. സൂര്യ സാർ, വേറൊരു കാര്യം കൂടെ ഇവർ വെച്ച് നോക്കുമ്പോൾ യു ആർ ഓൾസോ ഡയറക്ടർ. ഒരു ഡയറക്ടർ ആക്ടറായിട്ട് നിൽക്കുമ്പോൾ also a director. He is the director. We started. No, it's like we're all fans of it. ഇല്ല ഞാൻ வந்து ഭയങ്കര ഇപ്പൊ അവർക്ക് ദേഷ്യം വരണമെങ്കിൽ, സൂര്യക്ക് ദേഷ്യം വരണമെങ്കിൽ അവരുടെ അടുത്ത് നീங்க வந்து நீங்க ஒன்னும் പറയരുത്. കുറച്ച് ഡയറക്ടർ நீங்க அவர அடுத்து போய் என்ன சார் நடிக்கிறீங்க, நல்லாவே பண்ணல இந்த ஷாட்டை, கூல் விஜய் சார் படம் டைரக்ட் சார் நோ, because அவரு என்ஜாய் பண்ணிட்டு இல்ல. அது his dream was to be an actor and direction also, but dream was to get a star. And now many people are following your footsteps in Tamil industry and Hindi industry too. Seriously. But he is one of the few succeeded. And the movies like first Ajit sir oda padam super hit, then Vijay sir oda padam super hit, then own film. Sir, tell him to direct. ഇവങ്ങളെ വെച്ചിട്ട് ഒരു ഇവങ്ങളെ വെച്ചിട്ട് double heroes. Pari ഇവങ്ങളെ വെച്ചിട്ട് S.J. Surya sir, Chiyan Vikram, like Dushara also. Rajesh. Suraj. See, sir, அப்ப நீங்க அதுல ஆக்ட் பண்ணா உங்களுக்கு ஒரு கேரக்டர். Chiyan, Suraj, Dushara and multi roles Rajesh. Sir, இவங்களுக்கு டைரக்டருக்கு ஒரு கேரக்டர் இல்ல, அவர் கேரக்டர் he's got good music. அவரே நடிக்க வச்சிடலாம். நடிக்க வச்சுட்டு என்ன சொல்லணும்னா, இப்ப நான் கேமரா அது சார் அப்படி ஆமா கொஞ்சம் வேணும்.